അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 2000-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മഴയും വെള്ളപ്പൊക്കവും തുടരുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തോട് താലിബാൻ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ത്യ വലിയ തോതിൽ അഫ്ഗാനെ സഹായിക്കുന്നുണ്ട്. സുവി വിശ്വനാഥുണ്ട്. സുവി, മരണസംഖ്യ ഒരുപക്ഷെ 1000 കടന്നേക്കും എന്നുള്ള സൂചനകളൊക്കെയാണ് പുറത്തു വരുന്നത്. കുടുങ്ങിക്കിടക്കുന്നവരെക്കുറിച്ച് കാര്യമായ വിവരങ്ങളില്ല. രക്ഷപ്പെടാനുള്ള സാധ്യതകളും കുറവാണ്. എന്താണ് അഫ്ഗാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അഫ്ഗാനിൽ ഉണ്ടായത് ഒരു വലിയ ഭൂചലനമാണ്. ആ ഭൂചലനം റിക്ടർ സ്കെയിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയിരുന്നു. ആ ഭൂചലനത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ തന്നെ മരണം ഏതാണ്ട് 800 കടന്നിരിക്കുകയാണ്. ഇത് 1000 കടക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2000-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പലരും ഇപ്പോഴും ഭൂമിക്കടിയിൽ, അതായത് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 200-ലധികം ആളുകൾ ഇങ്ങനെ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായി തന്നെയാണ് തുടരുന്നത്. കാരണം കനത്ത മഴയും കാറ്റും അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയാവുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. അഫ്ഗാനിസ്ഥാനിൽ കിഴക്കൻ പ്രവിശ്യയിലാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയോടുകൂടി ഭൂചലനം ഉണ്ടായത്. രാത്രി 11:47 ഭൂചലനം ഉണ്ടായത്. ഇവിടെ കുനാർ പ്രവിശ്യയിലും നൻഗർഹാർ പ്രവിശ്യയിലുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കുനാർ പ്രവിശ്യയിൽ നിന്ന് 6 കിലോമീറ്റർ ആഴത്തിൽ വരെ ഈ ഭൂചലനത്തിന്റെ വ്യാപ്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നു വീണിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ മേൽക്കൂര തകർന്നു വീണാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് എന്നാണ് വിവരം ലഭിക്കുന്നത്. നൻഗർഹാർ പ്രവിശ്യയിൽ നിന്ന് 27 കിലോമീറ്റർ അകലെ ജലാലാബാദിന് സമീപത്താണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഉണ്ടായിരിക്കുന്നത്. ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്കും എത്തിയിരുന്നതായി അവിടെ നിന്നുള്ള വിദഗ്ധരും മറ്റും അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള നാശനഷ്ടമാണ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ 2021-ലും 2023-ലും ഭൂചലനങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭൂചലനങ്ങളിലെല്ലാം തന്നെ 2000-ഓളം ആളുകൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണയും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കടുത്ത വെല്ലുവിളിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേരിടുന്നതും. രഞ്ജിത്ത്, സുവിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.